ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ടർബോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മമ്മൂട്ടി സിനിമ ടർബോ എന്ന സിനിമയുടെ കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ടർബോ എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെയല്ല, ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ യഥാർത്ഥ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ടർബോയുടെ കേരള കളക്ഷൻ നേരത്തെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അത് പ്രകാരം 20 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ടർബോയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച 2,46,00,000 കേരളത്തിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 20,41 ലക്ഷമാണ് ഇതുവരെ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ആയിരുന്നല്ലോ മമ്മൂട്ടി ചിത്രം ടർബോയുടെ ആദ്യ 4 ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് പ്രകാരം 44,50,00,000 മുകളിലായിരുന്നു സിനിമയുടെ ആദ്യ 4 ദിവസത്തെ യഥാർത്ഥ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. എന്നാൽ അതല്ല, ഒഫീഷ്യൽ കളക്ഷനായിട്ട് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ട 52,11,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വിശ്വസിക്കേണ്ടവർക്കും അത് വിശ്വസിക്കാമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിലെ മമ്മൂട്ടി ഫാൻ ബേസ് ട്രാക്കേഴ്സ് എന്ന പൊതുവെ പറയപ്പെടുന്ന ഫ്രൈഡേ മാറ്റിനി ഒപ്പം തന്നെ ഫോറം കേരളം ഒന്നും തന്നെ ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ പുറത്തുവിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലരെല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇന്നിപ്പോഴത്തെ അല്പസമയം മുന്നേ സിനിമയുടെ ആദ്യ 4 ദിവസത്തെയല്ല 5 ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ ഫോറം കേരളം പുറത്തുവിട്ടിരിക്കുകയാണ്. അവരുടെ കണക്കുകൾ പ്രകാരം 44,58,00,000 സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അതേസമയം 5 ദിവസത്തെ കളക്ഷൻ ഉൾപ്പെടെ 48,50,00,000 എറൗണ്ട് കളക്ഷൻ എന്നാണ് ആ പേജ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നത്തോടെ മാത്രമേ ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 50 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അങ്ങനെ മമ്മൂട്ടിയുടെ ഭൂരിഭാഗം ആരാധകരും വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട ട്രാക്കേഴ്സ് പേജ് കൂടി ഈ ഒരു കളക്ഷൻ, അതായത് 50 കോടി സിനിമ ഇനിയും നേടിയിട്ടില്ല എന്നൊരു കളക്ഷൻ പുറത്തുവിടുമ്പോൾ ഇനി എങ്ങനെ പറഞ്ഞ ഇക്കാര്യം ന്യായീകരിക്കും എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. എന്തായാലും മമ്മൂട്ടി ഫാൻസിൻ്റെ ഒരു അവസ്ഥ, മമ്മൂട്ടി സിനിമകൾ ഇറങ്ങുമ്പോഴുള്ള ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എന്നത് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാനായിട്ട് വയ്യ. കാരണം ന്യായീകരണത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കാണ് മമ്മൂട്ടി ആരാധകർ ഓരോ മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും പോകുന്നത്. കണ്ണൂർ സ്ക്വാഡിന്റെ ബിസിനസ് ഉൾപ്പെടെയുള്ള കളക്ഷൻ 100 കോടി എന്നൊരു പോസ്റ്റർ കണ്ടപ്പോൾ മമ്മൂട്ടി കമ്പനി ജെനുവിൻ പേജ് ആണ് എന്ന് അന്ന് നമ്മുടെ ചാനലിൽ അഭിപ്രായം പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഒരൊറ്റ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കൊണ്ട് തന്നെ തള്ളു കളക്ഷൻ ആണോ അല്ലയോ എന്ന് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.